കൊടിയത്തൂർ PTMI സ്കൂളിൽ നടന്നുവരുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പ്രോജക്റ്റ് കോഴിക്കോട് റൂറൽ ജില്ലാ സഹവാസ ക്യാമ്പിന് തുടക്കമായി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ ആയുഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുമായി ഏറെ നേരം സംവദിച്ചും അവർക്ക് ജീവിത വിജയം നേടാൻ ആവശ്യമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയും കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ ആയുഷ് ഗോയൽ ഉദ്ഘാടന വേദിയിൽ നിറഞ്ഞു നിന്നപ്പോൾ വിദ്യാർത്ഥികൾക്കും അത് പുതിയ അനുഭവമായി മാറി. കൊടിയത്തൂർ PTMI സ്കൂളിൽ നടന്നുവരുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പ്രോജക്റ്റ് കോഴിക്കോട് റൂറൽ ജില്ലാ സഹവാസ ക്യാമ്പാണ് വേറിട്ട് നിന്നത്. കേരളത്തിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാതൃകാപരമാണെന്ന് അസിസ്റ്റന്റ് കളക്ടർ പറഞ്ഞു. Of speaking, of physical training and mental training. So you should be proud of yourself that I become part of this training. You should be thankful that I become part of this training. So that training is going to transform your life and you should make most out of this training. For the next 4 days, you should make friends. You should participate in each and every activity and make the most out of it. Will you do that? കോഴിക്കോട് റൂറൽ ജില്ലാ പരിധിയിലെ 58 സ്കൂളുകളിൽ നിന്നായി 388 സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകളും CPOമാരായ അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് 5 ദിവസത്തെ സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചടങ്ങിൽ PTM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ G. സുധീർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു മുഖ്യാതിഥിയായിരുന്നു. ASP T. ശ്യാംലാൽ, താമരശ്ശേരി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ P. വിജയൻ, മുക്കം പോലീസ് ഇൻസ്പെക്ടർ S. അൻഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK നദീറ, വാർഡ് മെമ്പർ V. ഷംലുലത്ത്, മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ M. അബ്ദുൽ ഗഫൂർ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MS ബിജു, PTA പ്രസിഡന്റ് C. ഫസൽ ബാബു, സ്റ്റാഫ് സെക്രട്ടറി KP മുഹമ്മദ്, ഹാരിക, സുനിൽ കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.